നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ശരിക്കും തമ്പനയിൽ കണ്ടിട്ട് ആ ഒരു എക്സാമിനോട് താല്പര്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. തമ്പനയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ LDC എക്സാമിന് ഇപ്പോഴും പഠിച്ചു തുടങ്ങണോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണോ അതോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പതുക്കെ പഠിച്ചു തുടങ്ങിയാൽ മതി? എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്? ഇപ്പൊ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷം നമ്മുടെ മുന്നിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ എന്താണ് പ്രതീക്ഷ ആവുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ LDC എക്സാം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നമ്മുടെ നിലവിലുള്ള LDCയുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എപ്പോഴാണ്? ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2025 വന്നത് 2028 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 2026 അവസാനമാകുമ്പോഴത്തേക്കും LDCയുടെ നോട്ടിഫിക്കേഷൻ വന്ന് 2027 ആകുമ്പോൾ അടുത്തൊരു എക്സാം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ നാളെ ആവട്ടെ മറ്റന്നാൾ ആവട്ടെ എന്ന് പറഞ്ഞിരുന്നത് 2025 നമ്മളുടെ മുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലെ. ഇനി ഈ ഒരു 2028 റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടില്ല എങ്കിൽ പിന്നീട് നമ്മുടെ മുന്നിൽ കിടക്കുന്ന അടുത്ത 3 വർഷമാണ് അല്ലെ. അതായത് 2031 ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് 2025 അല്ലെ. അപ്പൊ എത്ര വർഷം, ഇനി 6 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അടുത്തൊരു LDC എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഒരു ഏജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ 36, ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ചാൻസ് ഇല്ല, ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി OBC ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ്? 39 ആണ്. ഇപ്പൊ 30 വയസ്സാണ്, 36 ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അടുത്തൊരു എക്സാം എഴുതാൻ പറ്റുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അപ്പോ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഓരോ ദിവസവും എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്കറിയാം വളരെ പെട്ടെന്നാണ് LDCയുടെ എക്സാം നടത്തുന്നത്. അതായത് കുറച്ച് നമുക്ക് ആദ്യ ഒരു പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിൽ തരം തിരിച്ചിട്ടൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സിംഗിൾ എക്സാം ആൻഡ് വളരെ പെട്ടെന്ന് തന്നെ എന്താണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നു, നിങ്ങൾ ജോലിയിൽ കയറുന്നു, എല്ലാം വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുന്നിൽ ഇനി സമയം വളരെ ചെറുതാണ്. ഓരോ ദിവസവും നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് VFAയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ വർഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം എഴുതാൻ പറ്റുന്ന എക്സാമുകളാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, അതേപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന കമ്പനി ബോർഡ് LGUs ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കിനി സമയമുണ്ട്. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ വരുന്ന എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടില്ല, കുറച്ചധികം നാളെടുത്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പോസ്റ്റ് തന്നെയാണ് LDC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ LDC 2027 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കിടിലൻ ബാച്ചുമായിട്ട് വരികയാണ്. ബാച്ചിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഓരോ ദിവസവും വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് ലോഞ്ച് ചെയ്യാണ്. അമ്മമാർക്ക് വേണ്ടിയിട്ട് ജനനി എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട്, വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്കും വീട്ടമ്മമാർക്കും വേണ്ടിയിട്ട്. അത് ലേഡീസിനെ മാത്രം വെച്ചിട്ടുള്ള നമ്മളുടെ ഒരു ബാച്ചാണ് ജനനി ബാച്ച് എന്ന് പറയുന്നത്. ഇനി LDC എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്ന ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് ഇട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു 7 മാസത്തോളം എടുത്തിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. ഈ 7 മാസം എന്നുള്ളത് നിങ്ങൾ വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് നമ്മൾ തരുന്ന രീതിയിൽ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ നീട്ടി നിങ്ങൾക്ക് അത് എടുക്കാം, ഒരു 10 മാസത്തോളം എടുക്കാം. സിലബസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 3 പ്രധാനപ്പെട്ട റിവിഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, അതായത് MCQ, ടോപ്പിക് വൈസ് ആയിട്ടുള്ള MCQs, പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിട്ടുള്ള ലൈവ് സെഷൻസ്, ദെൻ നെക്സ്റ്റ് OMR പ്രാക്ടീസ്. ഇതെല്ലാം കഴിഞ്ഞ് എക്സാം എടുക്കുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി സെറ്റ് ആയിരിക്കും. അതിൽ SCRT സെഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നുണ്ട്. ഡേ 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 3 സബ്ജക്റ്റുകളും അതിൻ്റെ PDF നോട്ട്സും അതിൻ്റെ എക്സാം MCQും ഓരോ ഡേയിലും ഡേ 1, ഡേ 2, ഡേ 3 ഇങ്ങനെ ഓരോ ഡേയിലും നമ്മൾ തരുന്നുണ്ട്. അത് കൂടാതെ മന്ത്ലി മെഗാ എക്സാമും 30 ഡേ ആകുമ്പോൾ നിങ്ങൾക്കൊരു മെഗാ എക്സാമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല
നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും നമ്മൾ അത്രയും നാള് നമ്മൾ സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പല പല പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പ്രശ്നത്തെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുണ്ടാവുന്നത് എന്തായിരിക്കും? പ്രശ്നങ്ങൾ മാത്രമാണ്. മറിച്ച് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇതൊക്കെ നിസ്സാരം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടതും നമുക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ ലൈഫിൽ. എൻ്റെ ലൈഫ് ഇതുപോലെ തന്നെ പോയാൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോവുള്ളൂ. മറിച്ച് എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാടുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലി വേണം, എനിക്ക് സർക്കാർ ജോലി വേണം, അതിനു വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കാൻ റെഡിയാണ്. ഈ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ബി റെഡി ടു ഫെയിൽ. നിങ്ങൾ പല കാര്യങ്ങളിലും, ഞാൻ ഫെയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷാ തോൽവിയല്ല, ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പല പല കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഒന്ന് എഴുതി 1 കിട്ടിയില്ല, 2 എഴുതി കിട്ടിയില്ല, പല പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മളുടെ ഹാർഡ് വർക്ക്, ദെൻ സ്മാർട്ട് വർക്ക്, അതുപോലെ ഫാമിലി ഇഷ്യൂസ്, ആളുകൾ ചുറ്റുമുള്ളത്, അങ്ങനെയൊക്കെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാനും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ അത് നിന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് അത് അയാളുടെ സെൻസ് ഓഫ് ചിന്തിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്താണ് കഴിവ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. സോ ബി റെഡി ടു സാക്രിഫൈസ്, ബി റെഡി ടു വിൻ. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും അത് എത്തിപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വില്ലനാണ്. നിങ്ങളിപ്പോൾ ഈ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു, ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു, അതൊക്കെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? യെസ്, ഹാപ്പിനെസ് ഉണ്ടാകും. ചിലപ്പോൾ കാണുമ്പോൾ റിലാക്സ്ഡ് ആവുന്നവരുണ്ടാകും. അതിനൊക്കെ വേണ്ടി ടൈം മാറ്റിവെക്കുക. ഓരോന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ടൈം മാറ്റിവെക്കുക. പഠിക്കാനായിട്ട്, ഫുഡിന് വേണ്ടിയിട്ട്, എൻജോയ്മെന്റിന് വേണ്ടി, നമുക്ക് വേണ്ടിയിട്ട്, ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ടൈം മാറ്റിവെക്കൂ. അതിൻ്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. തുടങ്ങുക ഇന്ന് മുതൽ, ഇന്ന് ഈ മൊമെന്റ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം തുടങ്ങുക. ഒറ്റയ്ക്ക് പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് ഡീറ്റെയിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി എന്ത് ചെയ്താൽ മതി, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് മെന്റർ ഉണ്ടാകും. മെന്ററിന്റെ ഡീറ്റെയിൽ നിങ്ങൾ വാട്സപ്പിൽ ഇട്ട് തന്നാൽ നിങ്ങൾക്ക് മെന്ററിനെ അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.